ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലെ മാത്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് ഉള്ള ഭാഗങ്ങളാട്ടോ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. If in two triangles any of the sets of three measures listed below are the same, then the other three measures are also the same. രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളുടെ 3 മെഷർ ഈക്വൽ ആണെങ്കിൽ മറ്റേ ട്രയാങ്കിളുടെ 3 മെഷർ ഈക്വൽ ആണെങ്കിൽ എന്താണ് ബാക്കിയുള്ള എന്താണ് മെഷേഴ്സ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, സെയിം ആയിരിക്കും എന്ന് പറയും അല്ലേ. ഏതൊക്കെയാണ് ഈക്വൽ ട്രയാങ്കിൾ? ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ദെയർ ഈക്വൽ ട്രയാങ്കിൾ. നോക്കൂ, 3 സൈഡ്സ്, 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എന്താണ് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും അല്ലേ. പിന്നെ 2 സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. പിന്നെ എന്താണ്? രണ്ട് സൈഡും 3 സൈഡ് പറയുമ്പോൾ ഏതാണ്? SSS തിയറം അല്ലേ. എന്താണ്? SSS അല്ലെ. 3 സൈഡ് എന്ന് പറയുക SSS അല്ലേ. ഇനി അതുപോലെ 2 സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും അല്ലെ. SAS തിയറം അല്ലെ. SAS അതാണ് ഇതിന് എന്താണ്? രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. ഇനി 1 സൈഡ് ആൻഡ് ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ് അല്ലെ. എന്താണ്? ഒരു സൈഡും അതിൻ്റെ എൻഡിലുള്ള ആംഗിളും അല്ലെ. അപ്പോൾ ASA ഇത് അല്ലേ. അതാണെങ്കിൽ എന്താണ്? രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ. എന്താണ്? ഒരു ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളും ചേർന്ന് 6 അളവുകളുണ്ടല്ലോ അല്ലെ. രണ്ട് ത്രികോണങ്ങളിൽ ഈ 6 അളവുകളും തുല്യമായ എന്താണ്? അവ കൃത്യമായി ചേർന്നിരിക്കുന്ന വിധത്തിൽ എന്താണ്? ഒന്നിനു മേൽ ഒന്നായി ചേർത്ത് വെക്കാം. അതായത് അവ തുല്യമായ ത്രികോണങ്ങളാണ് അല്ലെ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് പരിശോധിക്കാൻ ഈ 6 അളവുകളും ഒത്തുനോക്കേണ്ടതുണ്ടോന്നാണ്. പ്രത്യേക രീതിയിലുള്ള 3 അളവുകൾ പരിശോധിച്ചാൽ മതി അല്ലെ, ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്ന് അറിയാം അല്ലെ. ഒരു ത്രികോണത്തിലെ ചുവടെ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിന് അതേ തരത്തിലുള്ള 3 അളവുകൾക്ക് തുല്യമാണെങ്കിൽ ത്രികോണങ്ങളിലെ മറ്റ് 3 അളവുകളും എന്താണ്? തുല്യമാണ് അല്ലെ. അതായത് അവ തുല്യ ത്രികോണങ്ങളാണെന്ന് അല്ലെ. 3 വശങ്ങൾ, രണ്ട് ട്രയാങ്കിളിൽ 3 വശങ്ങളും ഈക്വൽ ആണെങ്കിൽ എന്താണ്? അത് രണ്ട് ട്രയാങ്കിൾ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും, രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും എന്താണ്? രണ്ട് വശം എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡ്, രണ്ട് സൈഡും അവ ചേരുന്ന കോൺ, SAS തിയറം അല്ലെ. അതും ആണെങ്കിൽ എന്താണ്? രണ്ട് ട്രയാങ്കിളും തുല്യമാണ് അല്ലേ. അതുപോലെ എന്താണ്? ഒരു വശവും അതിൻ്റെ അറ്റങ്ങളുള്ള കോണുകളും, ഒരു വശവും അതിൻ്റെ അറ്റങ്ങളുള്ള കോണും മറ്റേ ട്രയാങ്കിളിൻ്റെ വശവും അതിൻ്റെ അറ്റങ്ങളുള്ള കോണും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ആ ട്രയാങ്കിളും തുല്യ ത്രികോണങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ പഠിക്കുന്നത് നോക്കിയാൽ എന്താണ്? ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ ആണ്. എന്താണ് ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ? സമപാർശ്വ ത്രികോണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണ് അല്ലേ. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഇത് ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ ആണ്. ഇനി ഈ ട്രയാങ്കിൾ നോക്കൂ, ഇതിൽ രണ്ട് സൈഡിൽ ഇത് 6 ഇത് 6 അല്ലേ. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഇത് ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് നമ്മൾ എന്താണ്? ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ രണ്ട് സൈഡ് അല്ലേ, ഈക്വൽ അല്ലേ. അപ്പോൾ ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ. അപ്പം സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായാൽ അത് സമപാർശ്വ ത്രികോണമാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. എന്താണ്? ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമാണ്. ഓക്കെ, ഇത് രണ്ട് വശം, ഈ വശവും തുല്യമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതെന്താണ്? ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ ആണ് അല്ലേ, സമപാർശ്വ ത്രികോണം. ഈ വശത്തിൻ്റെ എതിരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ വശത്തിൻ്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിളും അതുപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡാണല്ലോ ഇത് അല്ലേ, ഇതിന് ഈക്വൽ ആയിട്ടുള്ള വശമാണല്ലോ ഇത്. അപ്പോൾ ഈ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോണും ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഇത് എന്താണ്? എത്രയാണോ അത്രയായിരിക്കും ഇതില്ലേ. ഇത് 50 ഡിഗ്രിയാണ്, ഇത് 50 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രി. അപ്പോൾ ഒരേ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമായിരിക്കും കേട്ടോ ഐസോസ്റ്റ്രസ് ട്രയാങ്കിളിൽ. അപ്പോൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. ദെൻ ഫൈൻഡ് ദ അതർ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾസ് ബിലോ. ഇനി എന്താണ്? ഇതിൽ മറ്റേ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ്? ചുവടെ വരച്ചിരിക്കുന്ന സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റു കോണുകൾ കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ അതെന്താണ്? സമപാർശ്വ ത്രികോണമാണ് അല്ലേ, രണ്ട് വശങ്ങൾ തുല്യമായതാണ് അല്ലേ. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ വശങ്ങളുടെ എതിരെയുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കിയേ, ഇവിടെ ഏതാണ്? അപ്പം നോക്ക് മക്കളെ, അപ്പം ഈ ഐസോസ്റ്റ്രസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം? ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കൂ, ഈ ട്രയാങ്കിളിൽ നമുക്ക് പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ A എന്ന് കൊടുക്കുക, B കൊടുക്കുക, C കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡാണ് ഇതെന്ന് അല്ലേ.
അപ്പോൾ ഇതെന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും എതിരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഇത് രണ്ട് വശം എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ് തന്നിട്ടില്ല 30 ഡിഗ്രി, ഒരു ആംഗിൾ തന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ഇത് അല്ലേ, മറ്റേ സൈഡ് ഏതാണ് ഇത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ് ഇത്. അപ്പോൾ ഇത് എന്താണ് 30 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എത്രയാണ് 30 ഡിഗ്രിയാണ് ആവുന്നത്, 30 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ആംഗിൾ അല്ലേ, എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. ഇനി ഈ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്. നമുക്കറിയാം എന്ത്, ഈ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിലെ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ 3 കോണുകളും കൂടി കൂട്ടിയാൽ എത്രയാണ് 180 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ത്രികോണത്തിലെ എല്ലാ ആംഗിളും 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാണ് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, 2 ആംഗിൾ കിട്ടിയിട്ടുണ്ട്, 2 കോണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക, ഈ 2 ആംഗിളും കൂടി കൂട്ടിയിട്ട് 180 നമുക്ക് കുറച്ചാൽ മതി. അപ്പോൾ ഈ ആംഗിൾ കിട്ടും അല്ലേ. അപ്പോൾ ഇത് 30 + 30 60 ആണല്ലോ. അപ്പോൾ 180 - 60 എത്രയാണ് 120 അല്ലേ. അപ്പോൾ ഈ കോണ് നമുക്ക് കിട്ടിയില്ല, ഈ ആംഗിൾ നമുക്ക് കിട്ടി എത്ര 120 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ ട്രയാങ്കിൾ എന്താണ് നമ്മൾ പേര് കൊടുക്കുക ABC എന്ന് പറഞ്ഞിട്ട്. ഇനി എന്താണ് ഇവിടെ 40 ഡിഗ്രിയാന്ന് പറഞ്ഞ് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പോൾ 2 സൈഡിൽ ഏതാണ് ഈ സൈഡും ഈ സൈഡും ആണ് ഈക്വൽ അല്ലേ. കണ്ടാൽ തന്നെ അറിയാം ഇത് ഈക്വൽ ആകും അതിനോട് അല്ല. അപ്പോൾ ഈ സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ ഇതിനെതിരെയുള്ള ആംഗിൾ ഇതും ഇതിനെതിരെയുള്ള ആംഗിൾ ഇതുമാണ്, ഇത് രണ്ടുമാണ് ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. ഇത് തന്നിരിക്കുന്നത് 40 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 180 - 40 കുറയ്ക്കുക അല്ലേ. 180 - 40 എത്രയാണ് 140 അല്ലേ. അപ്പോൾ 140നെ കൊണ്ട് ഇത് രണ്ടും കൂടി സെയിം ആണല്ലോ. അപ്പോൾ അതിന് ആ നമ്പർ ഇതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ 140ൻ്റെ പകുതി എത്ര 70. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും 70 ഡിഗ്രി എന്ന് കിട്ടും. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പിലൊക്കെ എഴുതാൻ സ്വയം ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റ് ടീച്ചർ അതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു തരാം, എഴുതി തരാം, നിങ്ങളത് സ്വയം എഴുതണം. ഓക്കെ, 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ സ്റ്റെപ്പുകളൊക്കെ എങ്ങനെ നിങ്ങളതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതി ABC എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ടീച്ചർ ലാസ്റ്റ് എന്താക്കുക കാണിച്ചു തരാം. നെക്സ്റ്റ് നോക്കൂ, അപ്പോൾ ഇതിൻ്റെ അളവുകളും കിട്ടി. ഇനി എന്താണ് നമുക്ക് അടുത്ത മൂന്നാമത്തെ ഐസോസെലസ് ട്രയാങ്കിൾ, മൂന്നാമത്തെ സമപാർശ്വ ത്രികോണത്തിൻ്റെ അളവ് കിട്ടണം അല്ലേ, ആംഗിൾ കിട്ടണം. അപ്പോൾ ഇതിൽ നോക്കി ഈക്വൽ ഏതാണ്, 2 സൈഡ് ഈക്വൽ ഏതാണ്, ഈ ഇതും ഇതുമാണ് ഈക്വൽ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതാണ് അല്ലേ. അതുപോലെ ഇത് ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് ഈക്വൽ. അപ്പോൾ നമുക്ക് എന്താക്കുക 3 കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 180 - 100 കുറയ്ക്കുക, അപ്പോൾ 80 അല്ലേ. ഇനി 80ൻ്റെ /2 ചെയ്യുക, അപ്പോൾ 40 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി, 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ഈ ത്രികോണത്തിൽ നോക്കിയാൽ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെയിം സൈഡ് ഏതാണ് ഇതും ഇതും ഇതുമാണ് സെയിം സൈഡ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് രണ്ടുമാണ് ഈക്വൽ. ഇത് 90 ഡിഗ്രി ഇങ്ങനെ വെച്ചാൽ 90 ഡിഗ്രിയാണ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് 90 ഡിഗ്രിയാണ്, ഇങ്ങനെ തന്നാൽ ഇത് 90 ഡിഗ്രിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക 180 - 90 കുറയ്ക്കുക അല്ലേ. 180 - 90 കുറച്ചാൽ എത്ര 90 തന്നെ അല്ലേ. 90 / 2 എത്ര 45 അല്ലേ. അപ്പോൾ ഇതെന്താണ് ഇത് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. അപ്പോൾ കിട്ടിയ മനസ്സിലായല്ലോ. ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. നിങ്ങൾ ആ സ്റ്റെപ്പിലൊക്കെ എന്താക്കുക നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ പോരാ, നിങ്ങൾ എന്താക്കണം എഴുതണം കേട്ടോ. ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. അങ്ങനെ എഴുതുക, നിങ്ങൾ നിങ്ങളായിട്ടുള്ള രീതിയിലൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇവിടെ 120 കിട്ടി, ഇവിടെ 70 കിട്ടി, ഇവിടെ എന്താണ് 40 അല്ലേ, ഇവിടെ 45 ഡിഗ്രി ഉണ്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതുക, നിങ്ങളായിട്ടുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ എങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ളത്. നമ്മൾ ആ 180 ഇതാക്കിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എഴുതണം കേട്ടോ. 180 കുറച്ചതും ഇതാക്കിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എഴുതുക. ദെൻ
അപ്പോൾ ഇവിടെ ഐസോസെൽസ് ട്രയാങ്കിളിൽ എന്താണ് നമ്മൾ മെയിൻ പഠിച്ചത്, രണ്ട് സൈഡ് ഈക്വൽ ആണ് അല്ലേ. ഒരു ട്രയാങ്കിൾ എടുക്കുക, ആ ട്രയാങ്കിളിൽ എന്താണ് രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ് അത് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ് അല്ലേ. പിന്നെ എന്താ അതിൻ്റെ ഒരു കണ്ടീഷനും കൂടി, രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, ആ ഈക്വൽ ആയിട്ടുള്ള സൈഡിനെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്താണ് ഈക്വൽ ആയിരിക്കും ഐസോസെൽസ് ട്രയാങ്കിളിൽ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.